മുതലപ്പുഴയിൽ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം എന്താണ്? അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാണ്. 6 മീറ്റർ ആഴമുണ്ടായിരുന്ന അഴിമുഖം ഒരു ബീച്ചായി മാറിയിരിക്കുന്നു. മണൽ മാറ്റി വീണ്ടും പൊഴി തുറക്കാനാകുമോ എന്ന് ഫിഷറീസ് വകുപ്പിന് പോലും ഒരു ഉറപ്പുമില്ല. പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ആദിൽ പാലോട് അവിടുത്തെ വിഷയം വിശദീകരിക്കുകയാണ്. ആദിലേക്ക്. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്താണ്? റിപ്പോർട്ടർ TV നേരിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മളിപ്പോൾ വലതുവശത്ത് കാണുന്നതാണ് മുതലപ്പുഴ ഹാർബർ. ഇവിടെ സാധാരണഗതിയിൽ നൂറുകണക്കിന് മത്സ്യവ്യാപാരികൾ മത്സ്യം വാങ്ങാനായി എത്തുന്ന സ്ഥലമാണ്. നിറയെ മത്സ്യവുമായി ബോട്ടുകൾ എത്തുന്ന സാഹചര്യം മത്സ്യത്തൊഴിലാളികൾക്ക് സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് ഈ മുതലപ്പുഴ ഹാർബർ. ആ ഹാർബറാണ് വലതുവശത്ത് കാണുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ബോട്ട്, ചേട്ടന്റെ പേരെന്താ? മുത്തപ്പൻ ചേട്ടന്റെ ബോട്ടാണ്. ആ ബോട്ടിൽ നമ്മളിപ്പോൾ പൊഴി കടക്കാനായി പോവുകയാണ്. പക്ഷെ പൊഴി കടക്കാൻ സാധിക്കുകയില്ല, മണൽത്തിട്ടയാണ്. പിന്നെ ഇവർ എന്തു ചെയ്യും? ആ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മത്സ്യത്തൊഴിലാളികൾ ആദ്യഘട്ടത്തിൽ തന്നെ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ചെറുതായി മണൽ കയറിയപ്പോൾ തന്നെ ഡ്രഡ്ജിംഗ് നടത്തണമെന്ന ആവശ്യം ഫിഷറീസ് വകുപ്പിനോടും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനോടും ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ആ ആവശ്യം അംഗീകരിച്ചില്ല. അദാനി പണം തന്നില്ല എന്ന പരിഭവം പറഞ്ഞാണ് അതിന് മറുപടി നൽകിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് മുതലപ്പുഴ പാലമാണ്. ഈ പാലം കടന്ന് കടലിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ്. ഇവിടെ നിന്നും നേരെ കടലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ കാണുന്നത് നോക്കൂ, അവിടെ മണൽത്തിട്ടയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് കടലിലേക്ക് പോകേണ്ടതാണ്. ഇപ്പൊ മണൽ മൂടി ഒരാൾ പൊക്കം മണലായി. ഒരാളിന്റെ പക്കത്തിൽ മണലായി. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ടുകൊണ്ട് ഇത് വലിച്ചു കയറ്റി പിന്നെ ഒന്നേനെ വെള്ളത്തിൽ ഇറക്കി ഞങ്ങൾ വിട്ടു പോകേണ്ട. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് സുഗമമായി കടലിലേക്ക് പോകേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മണൽത്തിട്ടയിൽ കൊണ്ടുവയ്ക്കും. അവിടെ നിന്ന് ട്രാക്ടറിൽ പിന്നീട് വീണ്ടും കടലിലേക്ക് കൊണ്ടുപോയി. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് കടൽ തീരങ്ങളിലൊക്കെ ചെയ്യുന്നതാണ് ഈ പൊഴിയിലും ചെയ്യേണ്ടി വരുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടേക്ക് ഇതൊരു കരയായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ വള്ളങ്ങൾ, ചെറു ഫൈബർ വള്ളങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. പിന്നീട് ഇത് ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ച് അടുത്ത കടലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. ആ നിലയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ നിന്നും നേരിട്ട് കാണുന്ന കാഴ്ച. അത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നിൽ വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നമാണ് ആദിൽ അവിടെ നിന്ന് വിശദീകരിച്ചത്.